ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ഗ്രേവി മസാലയാണ്. അപ്പത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി. അപ്പം പാൻ ഒന്ന് ഫ്ലെയിം ഓണാക്കി ഗ്യാസിലേക്ക് വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും, ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സോൾട്ടഡ് ബട്ടറാണ് ഉണ്ടെങ്കിൽ അതാണേലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, ഏലക്ക ഇത്ര ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഇളക്കി അതൊന്ന് ചൂട് ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസ് സവാള ക്യൂബായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. 2-3 നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ക്യൂബായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നമ്മുടെ ബട്ടറുമായിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇപ്പോൾ ഉപ്പിടുന്നുണ്ട്, അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വഴണ്ട് വിട്ടാനും എളുപ്പമാണ്. ഇതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ ഒരു 2 പച്ചമുളകും ഞാനൊന്ന് ഇടയ്ക്ക് കയറി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇളക്കി ഇതൊന്ന് വഴട്ടി എടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കുഞ്ഞതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം തക്കാളി ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് കിടന്ന് ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പൊടികൾ വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പൊടികളൊക്കെ നമുക്ക് അടുത്തെടുത്ത് വെച്ചാൽ വളരെ വേഗം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പനീറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് പനീർ ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു. അതിനടുത്ത് വെള്ളിലോട്ട് വെച്ചു. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പനീർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ച മണം ഒന്ന് പോകുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്മെല്ല് പച്ച മണം ഒന്ന് പോയി കഴിയുമ്പം ഇതിലേക്ക് ഞാൻ ഈ ഒരു യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഖത്തറിലൊക്കെ അവൈലബിൾ ആണിത്. അപ്പോൾ ഈ ഒരു യോഗേർട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിയുമ്പം ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ലെവൽ ആ സമയത്ത് മാറും കേട്ടോ. അടിപൊളി ഗ്രേവി ആയിട്ട് നമുക്ക് വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രേവി കൂടെ വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെള്ളം, ചൂടുവെള്ളം നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പം ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ച പനീർ നമുക്കിതിലേക്ക് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കാവുന്നത് കേട്ടോ. അപ്പോൾ പനീർ ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കുറച്ച് മല്ലിയില, ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മല്ലിയില ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടെയും ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവി മസാലക്കറിയാണ്. എല്ലാ പനീർ ലവേഴ്സും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.